ആ മോനെ മോനെ ദേ ഈ ചന്ദനത്തിൽ നിന്ന് മണപ്പിക്കും. ആ എന്നിട്ട് കുടിക്കും, ധൈര്യമായിട്ട് കുടിക്കും. മോനെ ശിവൻകുട്ടി, നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ 10ാം ക്ലാസ്സിൽ തോറ്റു. നിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ കളിച്ചു നടന്ന മീനാക്ഷി 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി. ഇവിടെ നോക്കി, മീനാക്ഷിയോട് നിനക്ക് ഇഷ്ടല്ലേ? അതെ. എന്നാ എന്റെ മോൻ ധൈര്യമായിട്ട് കുടിക്കേ. മോനെ ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര സുഖല്ലേ. ഇത് ആരാണെന്ന് മനസ്സിലായ? അറിയില്ല. നമ്മുടെ മിലിറ്ററിയുടെ മോനാ, നാഗാലാൻഡ്. പതുക്കെ എങ്ങനെ ഇങ്ങോട്ട് വലിക്ക, കണ്ട, എന്നിട്ട് ഇങ്ങനെ എടുക്ക. ഇങ്ങനെ ഊതിയാ മതി. ആ മിടുക്കൻ. ശരി ചേട്ടാ, ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ദിവസേന കാലത്ത് ഇവിടെ വന്ന് 2 ഗ്ലാസ് അങ്ങോട്ട് വീശ, എന്നിട്ട് നാട്ടുകാരെന്ന് പറയുന്ന പുള്ളികളുടെ മുഖത്ത് ദേ ഇങ്ങനെ അങ്ങോട്ട് നോക്ക. ആ അങ്ങനെ മോനെ പഠിച്ച് ജയിച്ച് മിലിറ്ററി പോയി നാഗാലാൻഡിൽ ചെന്ന് ഒളിനാഗന്മാരുടെ അമ്പ് കൊണ്ട് പട്ടി ചാവണ പോലെ അവിടെ കിടന്ന് ചാവണ. പറ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണുന്ന? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഉള്ള കള്ളു മുഴുവൻ മോന്തി കുടിച്ചിട്ട് ഇപ്പൊ അമ്മയെ കാണുന്ന? ഈ കോലത്തിൽ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയ പുഞ്ചിരി ചേച്ചി എന്നെ ചൂലെടുത്ത് അടിക്കും. അടിക്കട്ടോ, എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോണെന്ന് ഞാൻ നോക്കിക്കോളടോ. എനിക്ക് എന്റെ അമ്മയെ കാണു. മോനെ കള്ള ഇറങ്ങിട്ടടാ, ഞാൻ കൊണ്ടാക്കാം. എനിക്കല്ലേ എന്റെ കാലോർക്കിടയിലിടാ. വേണ്ട, എനിക്കിപ്പൊ കാണുന്നു. ഞാനിനി പുഞ്ചിരി പിശാചിന്റെ മുഖത്തേക്ക് നോക്കൂ. അമ്മയെ കാണാടാ. എനിക്ക് എന്റെ അമ്മ കാണിച്ചു. എനിക്കിപ്പൊ കാണു. ഇങ്ങോട്ട് മാറി നിൽക്കടി, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ലേ വാങ്ങിച്ചോണ്ട് വന്ന ആളിനെ അതൊന്ന് കാണണ്ടായോ? ഇങ്ങോട്ട് നീങ്ങിക്കും മോളെ. വലിയ ഗമയെടുത്താ ഞാൻ എന്റെ പാട്ടിന് പോകും, പറഞ്ഞേക്കാം. എന്തുവാ കുഞ്ഞെ ഇത്? ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. എന്തു ഇത്ര നാണം? വലിയേട്ട കാണണ്ടായോ? ഇങ്ങോട്ട് നീങ്ങി വന്നേ. അയ്യേ, ഇത് ഉടുപ്പ് കുഴപ്പമില്ല. ആ പാവാട എന്താ തുണി കഴിഞ്ഞില്ലേ കുഞ്ഞെ? റെഡിമെയ്ഡാ, ഇറക്കൻ ലേശം കുറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇതെങ്ങാനും ഇവിടുത്തെ ചേട്ടച്ചൻ കണ്ട അപ്പ മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. നീ അതങ്ങ് ഊരി വെച്ചാൽ അവനെ അറിയിക്കണ്ട. ഹോസ്റ്റലിൽ ചെന്ന് പുറത്തെടുത്താ മതി. പിന്നെ അതുപോലെ നിന്റെ ഈ വഴുവഴുമ്പോ നാണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചേച്ച് വേണം പോവാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവരുടെ സ്മാർട്ട്നെസ്സാ. ചുറിയുറുക്ക് ഇവക്കില്ലാത്തതും അതാ. ആ ഉണ്ണികൃഷ്ണൻ ഇവളെ വളർത്തി വളർത്തി തനി കൺട്രിയാക്കി കളഞ്ഞു. എന്നാ പിന്നെ കേമമായിട്ട് അങ്ങോട്ടുണ്ടെങ്കിൽ വളർത്താൻ വയ്യായിരുന്നു. ചുമ്മാ ഇരുന്നോണ്ട് പുനിതം പറയാതെ രാമകൻ ചെന്നിട്ട് പോകും. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് നാണം വരുന്നു. മോൾ ഇതൊക്കെ ഒരു എവിടെങ്കിലും കൊണ്ട് പാത്ത് വെച്ചേക്ക്. കുഞ്ഞിന് ഇതൊന്നും ചേരത്തില്ല. പോ, ഒരു സർക്കസുകാരുടെ ഉടുപ്പ്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, പഠിക്കാൻ ബഹുമിടിക്കുക. പുസ്തകം തുറക്കണ്ട. മീനാക്ഷി ആദ്യമായിട്ടാ വീട് വിട്ട് മാറി താമസിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാ അല്ലേ? അല്ല, അത് ശരിയാ. ഹോസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, മീനാക്ഷിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാം ഞാനാ. അതുകൊണ്ട് ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നു. അതൊക്കെ അങ്ങ് ശീലമായിക്കോളും. പക്ഷെ എന്റെ മോളുടെ കാര്യം അങ്ങനെയല്ല. അല്ല, ഇവിടെ താമസിച്ചാലേ എല്ലാം ശീലിച്ചല്ലേ പറ്റൂ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും ഒരു കണ്ണു വേണമെന്ന് ഞാൻ പറയായിരുന്നു. അത് ശരിയാ. വരൂ. എല്ലാം ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ഇതേ ഈർക്കില്, എണ്ണ, ഈഞ്ച, രാസ്നാദിപ്പൊടി, മഞ്ഞപ്പൊടി. വെൽക്കം മീനാക്ഷി. ഐ എം ട്രീസ. ഐ എം സുധ. സുമ. മഞ്ജു. അതെ, പിക്കളുണ്ട്. എല്ലാം ഉണ്ട് ചേട്ടച്ചാ. ചേട്ടച്ചൻ പോയിക്കോ. ബൈ ബൈ ബൈ. അയാളൊരു തനി കൺട്രിയാ. ഞാൻ പോയിട്ട് ശനിയാഴ്ച രാവിലെ ഇനി ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. എന്നാ വെള്ളിയാഴ്ച വൈകിട്ട് വന്നൂടെ? എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങി വരാം. എന്നാ പിന്നെ ബുധനാഴ്ച ഇങ്ങി പോരരുതോ?
പറഞ്ഞ പോലെ ചൊവ്വാഴ്ച ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് നാളെ രാവിലേക്ക് വരാം. മുടി ശരിക്ക് തോർത്തടി, പനി പിടിക്കും. എന്നാ പിന്നെ വ്യാഴാഴ്ച ഇങ്ങ് പോരരുതോ? എക്സ്കർഷന് പുതുതിനൊന്നും പോണ്ട. ആ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. വര്യൻ സാറേ, വര്യൻ സാറേ, ഞാൻ താനായിരുന്നോ? എന്താ ഉണ്ണി? ഫോൺ ചെയ്യണം. ആർക്കാ? ഡോക്ടർക്കാ? അല്ല, മീനാക്ഷിക്ക്. എങ്ങോട്ട്? ഹോസ്റ്റലിലേക്ക്. താൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്താ എത്ര അത്യാവശ്യം? വീട്ടിൽ അവൾ ഇല്ലാത്തതുകൊണ്ട് ഒരു ശ്വാസം മുട്ടൽ പോലെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായാല് ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നമ്പർ അറിയാമെങ്കിൽ വിളിച്ചോ. പറഞ്ഞ പോലെ നമ്പറിന്റെ കാര്യം ഡയറക്ടറി നോക്കിയാ അതെങ്ങനെയാടോ അവിടുത്തെ നമ്പർ ഇവിടുത്തെ ഡയറക്ടറി കാണുന്നേ? എൻക്വയറി വിളിച്ചു. ഇടോ മണി 10 വരുന്നായി. ഇപ്പോഴാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കുന്നേ. താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. ഹലോ, രാമകൃഷ്ണ ഹിയർ. ഇങ്ങനെ പോത്തുപോലെ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഹലോ, ഹലോ, ഡോക്ടർ അനിയനാണോ? എന്താണോ ഈ നേരത്തെ ഉറങ്ങാതെ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 10-15 വർഷമായിട്ട് എന്റെ കൂടെ മീനാക്ഷി ഉണ്ടായിരുന്നു. അവളില്ലാതെ തനിച്ച് ആദ്യമായിട്ടാ. അവളിപ്പോ ഹോസ്റ്റലിൽ വരണ്ടിരിക്കുകയായിരിക്കും. പോസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. കൺട്രോൾ ചെയ്തില്ലെങ്കിലേ യു വിൽ ഹാവ് ടു സഫർ. തൽക്കാലം ഡോക്ടർ അനിയൻ റൂമിൽ ചെന്ന് കിടക്ക്. ഗുഡ് നൈറ്റ്. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. മോർണിംഗ്. എക്സ്ക്യൂസ് മീ. നീ പോയി പെട്ടി മാണ്ടൊക്കെ എടുത്തോണ്ട് വാ, നമുക്ക് പോവാം. ഇന്ന് കോളേജ് ഉണ്ട്. ഉണ്ടെങ്കിൽ എടുത്തോളും. ആരും എടുത്തോണ്ട് പോകത്തില്ല. നിന്നെ വിളിച്ചോണ്ട് വാനേ വന്ന്. സമയം കളയാതെ പോയി എടുത്തോണ്ട് വാ. അപ്പൊ നമ്മൾ തിരിച്ചു വരത്തില്ലേ? ചോദ്യം പ്രശ്നമൊക്കെ ചെയ്തിട്ട് വരാൻ പറഞ്ഞ വന്നോളാം. അപ്പോ അച്ഛൻ ഈ ചേട്ടച്ചൻ രാത്രി മുഴുവൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നു. വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും ഒടുവിലെത്തിയത് ഹോസ്റ്റലില്. മോളെ, നീ കോളേജിലൊന്നും പോകണ്ട, എങ്ങും പോകണ്ട. നീ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയതുപോലെ. ഓർമ്മിക്കാനൊന്നും വേറൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ചേട്ടച്ച, എനിക്ക് കോളേജിൽ പോണം, പഠിക്കണം. എന്നെ വിടുവോ? വിടണം, വിടും. ചേട്ടച്ചനെ നിന്നെ മനസ്സിലാവുന്നുണ്ട്, നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. നീ ഇന്ന് എന്നെ തിരിച്ചു ചോദിക്കാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോള് വയ്ക്കാം. ഇവിടെ ഇരിക്കുകയായിരുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, പുറപ്പെടാം. എഴുതേറ്റോ. ഞാൻ വന്ന എനിക്ക് തിരിച്ചു വരാൻ തോന്നത്തില്ല. നിന്നെ വലിയ സാറെ കൊണ്ടാക്കും. മോള് വയ്ക്കും. ഇന്ന് ഞാൻ പോണില്ല. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ മനുഷ്യനെ വെറുതെ മെനക്കെടുത്താൻ? ഞാൻ എന്റെ പാട്ടിന് പോവുക. ഒരു മോളും ചാട്ടച്ഛനും.